വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാം. അതായത് ഞാനിവിടെ ഡു യു ഹാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡു യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരാൾക്ക് എന്തെങ്കിലും സ്വന്തമായി ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡു യു ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിനക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? നിനക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടോ എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടോ എന്നാണല്ലേ. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന് പറയുമ്പോൾ ഡു യു ഹാവ് ആൻ ഇൻ്റർവ്യൂ ടുമോറോ എന്താ പറയുക? ഡു യു ഹാവ് ആൻ ഇൻ്റർവ്യൂ ടുമോറോ. അപ്പം നിനക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടോ, ഒരു കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഹാവ് ആൻ ഇൻ്റർവ്യൂ ടുമോറോ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഡസ് ഷീ വാണ്ട്. എന്താ ഡസ് ഷീ വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാണ്ട് എന്ന് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം ഞാൻ തൊട്ട് മുമ്പേ എടുത്തൊരു വീഡിയോ ഹാവ് ടു, ഹാസ് ടു, അതുപോലെ വാണ്ട് ടു, നീഡ് ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഒരാൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഡസ് ഷീ വാണ്ട് എന്നാണ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ വാണ്ട് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഡസ് ഷീ വാണ്ട്. അപ്പോൾ എങ്ങനെ പറയുക? ഫോർ എക്സാമ്പിൾ, അവൾക്ക് ജ്യൂസ് വേണോ, അവൾക്ക് ജ്യൂസ് വേണോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ഡസ് ഷീ വാണ്ട് ജ്യൂസ്, ഡസ് ഷീ വാണ്ട് ജ്യൂസ്, അവൾക്ക് ജ്യൂസ് വേണോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ്, ഡസ് അനു നീഡ്. ഡസ് അനു നീഡ്. ഒരാൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീഡ് എന്ന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡസ് അനു എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഡസ് എന്ന് യൂസ് ചെയ്തു. ഡസ് അനു നീഡ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്, അനുവിന് പണം ആവശ്യമുണ്ടോ? പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അല്ലേ. അപ്പോൾ അനുവിന് പണം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത്യാവശ്യമുണ്ടോ ഇതെങ്ങനെയാണ് ചോദിക്കുക? ഡസ് അനു നീഡ് മണി. ഡസ് അനു നീഡ് മണി. നീഡ് മണി അല്ലേ. ഡസ് അനു നീഡ് മണി. അനുവിന് പണം ആവശ്യമുണ്ടോ? ആർ അൻവർ ആൻഡ് രാജു എന്നാണ്. ഇവിടെ ഞാൻ ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത്, മലയാള സെൻറ്റൻസ് അല്ല കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഓൾറെഡി പഠിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് സെൻറ്റൻസുകളാണ്. ആർ അൻവർ ആൻഡ് രാജു. അൻവറും രാജുവും ആണോ, എന്താണോ എന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പം നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, അൻവറും രാജുവും സുഹൃത്തുക്കളാണോ എന്നെങ്ങനെയാണ് ചോദിക്കാം? ആർ അൻവർ ആൻഡ് രാജു. പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലേ. അൻവറും ഉണ്ട് രാജു ഉണ്ട്. അപ്പം ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യൂസ് ചെയ്തു. ആർ അൻവർ ആൻഡ് രാജു സുഹൃത്തുക്കളാണോ? ഫ്രണ്ട്സ്. അപ്പോൾ ആർ അൻവർ ആൻഡ് രാജു എന്താണ്? സുഹൃത്തുക്കളാണോ എന്നുള്ളതിന് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ അൻവറും രാജുവും സുഹൃത്തുക്കളാണോ? സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തല്ലോ. നെക്സ്റ്റ്, ഈ സെലീന. സെലീന ആണോ എന്നാണ് ചോദിക്കുന്നത്. ഈ സെലീന. സെലീന ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സെലീന ഈസ് എന്ന് പറയാം. സെലീന ആണോ എന്ന് ചോദിക്കുമ്പം ഈ സെലീന സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈസി യൂസ് ചെയ്തു. ഈ സെലീന. ഇപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം? സെലീന മാരീഡ് ആണോ എന്ന് ചോദിക്കാം. ഈ സെലീന മാരീഡ്. ഈ സെലീന മാരീഡ്. സെലീന വിവാഹിതയാണോ? ഓക്കെ. നെക്സ്റ്റ്, ഡസ് ഷീ ഹാവ് എന്നാണ്. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡസ് ഷീ ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ എന്നാണ്. എന്നാൽ ഡസ് ഷീ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൾക്ക് ഉണ്ടോ എന്നാണ്. അപ്പോൾ അവൾക്കുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അവൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡസ് ഷീ ഹാവ് എന്ന് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ അവൾക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയാം. ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലേ. അവൾക്ക് കാറുണ്ടോ, ഫോണുണ്ടോ, അല്ലെങ്കിൽ നാളെ ക്ലാസ് ഉണ്ടോ, ജോലിയുണ്ടോ, പലതും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു ഇവിടെ ഉണ്ടോ, അവൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അവൾക്ക്
എന്ന് ചോദിക്കേണ്ടത് എന്നുള്ള ഒരൊറ്റ വേർഡ് മതി. ഒരു വസ്തു ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ, സ്വന്തമായിട്ട് ഉണ്ടോ എന്ന് ചോദിക്കാനാണ്. അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തുകൊണ്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ഈ ഒരു സെൻറ്റൻസും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.